നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കഫക്കെട്ട് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. കഫക്കെട്ടിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഹെൽത്ത് സർവീസസിലെ പൾമണറി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ പി സജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം തൃശൂർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ കൂടിയാണ് ഡോക്ടർ. വിഷയത്തിലോട്ട് കടക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കഫക്കെട്ട് പലരെയും വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എന്തെല്ലാമാണ് ഈ കഫക്കെട്ട് വരാനുള്ള പ്രധാന കാരണങ്ങൾ? കഫക്കെട്ടിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണ് കഫക്കെട്ട് എന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. പൊതുവിൽ നമ്മൾ നാലാള് കൂടുന്ന ഒരു സ്ഥലത്തായാലും ശരി, ഒരു യാത്ര, അത് ബസ് യാത്രയായാലും ശരി, ട്രെയിൻ യാത്രയായാലും ശരി, പലപ്പോഴും ഒരാൾ ഉച്ചത്തിൽ ചുമച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ അങ്ങോട്ട് നോക്കുക സ്വാഭാവികമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചുമച്ച ആൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചിലപ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് ഇങ്ങനെ പറയും, കുറെ നാളായി ചുമ മാറുന്നില്ല, വല്ലാത്ത കഫക്കെട്ടാണ് എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ പലരും ധരിച്ചു വെച്ചിട്ടിരിക്കുന്നത് തങ്ങളുടെ ശ്വാസകോശങ്ങളിൽ കഫം അടിഞ്ഞിരിക്കുകയും അത് കട്ടി പിടിച്ചിരിക്കുകയും അത് ചുമച്ചിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അത്തരം ഒരു അവസ്ഥയാണ് കഫക്കെട്ട്. അതാണ് എനിക്കുള്ളത് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് പലരെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതിനകത്ത് കുറെ തെറ്റിദ്ധാരണകളും കടന്നുകൂടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സാധാരണഗതിയിൽ കഫക്കെട്ടിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടു തരത്തിൽ നമുക്ക് കഫക്കെട്ടിനെ പറയാനായിട്ട് സാധിക്കും. ഹ്രസ്വകാലമായിട്ട് നിൽക്കുന്ന കഫക്കെട്ടും ദീർഘകാലമായിട്ട് നിൽക്കുന്ന കഫക്കെട്ടും. ഹ്രസ്വകാലമായിട്ട് നിൽക്കുന്ന കഫക്കെട്ട് നമ്മൾ സാധാരണ ജലദോഷപ്പനി, നമ്മൾ ഇൻഫ്ലുവൻസ, ഫ്ലൂ എന്നൊക്കെ പറയുന്ന വൈറസ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ജലദോഷവും പനിയും ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ആളുകൾക്ക് ചുമയോട് ഒപ്പം തന്നെ വെളുത്ത നേർത്ത ദ്രാവകം ചുമച്ച് തുപ്പിപ്പോകുന്നത് സാധാരണമാണ്. ഇത് ഓടൊപ്പം തന്നെ ചെവി, മൂക്ക്, തൊണ്ട എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ, ഇൻഫെക്ഷൻസ് കഫക്കെട്ടിലേക്ക് പിന്നീട് മാറുന്നതും കണ്ടുവരാറുണ്ട്. എന്നാൽ ശ്വാസകോശങ്ങളെ ഗൗരവമായി ബാധിക്കുന്ന അണുബാധകൾ, നമ്മൾ ന്യൂമോണിയ എന്നൊക്കെ വിവക്ഷിക്കുന്ന അണുബാധകളിലാണ് മറ്റൊരു തരത്തിൽ കഫക്കെട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അപ്പോൾ ചെവി, മൂക്ക്, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകളും കഫക്കെട്ടുണ്ടാക്കാം. സാധാരണ ഫ്ലൂ അല്ലെങ്കിൽ കോമൺ കോൾഡ്, അതുമായി ബന്ധപ്പെട്ട് കഫക്കെട്ടുണ്ടാകാം. ഗൗരവമായിട്ട് ഉണ്ടാകുന്ന ശ്വാസകോശങ്ങളിലെ അണുബാധകൾ കഫക്കെട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ആസ്തുമ, അതായത് ശ്വാസകോശങ്ങളിലെ എയർവേ ഡിസീസ് എന്ന് നമ്മൾ പറയും, ആസ്തുമ, COPD, ബ്രോങ്കിക്ടാസിസ് തുടങ്ങിയ അസുഖങ്ങളിലും പല ഘട്ടങ്ങളിലും കഫക്കെട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ കഫക്കെട്ടിന്. ഇനി നമ്മൾ അതിന്റെ ഓരോ അണുബാധകളുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതിനു പുറമെ റയറായിട്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് സാധാരണയായിട്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത്. തീർച്ചയായും ഡോക്ടർ, ഈ കഫക്കെട്ട് ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ തടയാൻ സാധിക്കും? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? കഫക്കെട്ട് നേരത്തെ ആളുകളെ ഉത്കണ്ഠപ്പെടുത്തുന്ന വിഷയമാണെന്ന് സൂചിപ്പിച്ചു വെച്ചു. അപ്പോൾ എങ്ങനെ തടയാം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ട ചില നടപടികളുണ്ട്. ഒരു വ്യക്തിക്ക് സാധാരണ വരുന്ന ജലദോഷപ്പനി വരുമ്പോൾ പലപ്പോഴും നമ്മൾ 2 ദിവസം കൊണ്ട് മാറും, 3 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് മാറും എന്നൊക്കെയാണ് വിചാരിക്കാറ്. പക്ഷെ അത് ഗൗരവത്തിൽ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ മാറാതെ നീണ്ടു നിൽക്കുകയും ഈ ഫ്ലൂ അല്ലെങ്കിൽ വൈറസ് അണുബാധ ഉള്ള ആൾക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം സംജാതമാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് നീണ്ടു നിൽക്കുന്ന ചുമയും കഫത്തോടു കൂടിയുള്ള ചുമയും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ചെറിയ അണുബാധകൾ ഉണ്ടാകുന്നു, അത് ബാക്ടീരിയൽ അണുബാധയായിക്കോട്ടെ വൈറസ് അണുബാധയായിക്കോട്ടെ, ചെറിയ തോതിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാസമയം അതിന് ചികിത്സ തേടണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും തിരക്കേറിയ ജീവിതമാണ് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരം നമുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ വായു മലിനീകരണം നമുക്ക് കൂടുതലാണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ചെറിയ അണുബാധകൾ, വൈറസ് അണുബാധയായിക്കോട്ടെ അത് ബാക്ടീരിയൽ അണുബാധയായിക്കോട്ടെ, അത്തരം ഏത് അണുബാധ വരുമ്പോഴും നമ്മൾ കൃത്യമായ ചികിത്സയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിന് പുറമെ നിലവിൽ ശ്വാസകോശ രോഗമുള്ള വ്യക്തികളാണെങ്കിൽ
നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്വാസമുട്ടൽ, ആസ്മ രോഗമുള്ളവർ, COPD, പുകവലി മൂലമുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ബ്രോങ്കിക്ടാസിസ് പോലെയുള്ള ശ്വാസകോശങ്ങളിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ, അവർക്കൊക്കെ അടിക്കടി അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. അത്തരം ആളുകൾ അത് മുൻകൂട്ടി കണക്കാക്കി വേണം പെരുമാറാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, ആസ്മയുള്ള ഒരാള് വളരെ തണുപ്പേറിയ ഒരു പ്രദേശത്തേക്ക് ടൂർ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ചില മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. അദ്ദേഹം കൃത്യമായി കഴിക്കുന്ന മരുന്നുകൾ കരുതേണ്ടി വരും. അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പനിയോ കഫമോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ ആയിട്ട് കൂടി തയ്യാറെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം വ്യക്തിപരമായ ചില മുൻകരുതലുകൾ കൂടി അത്തരം ആളുകൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലും ഈ അടിക്കടി കഫക്കെട്ട് വരുന്ന വ്യക്തികളാണെങ്കിൽ, അത്തരം ഒരു ശാരീരിക പ്രകൃതിയാണെങ്കിൽ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ അവസ്ഥ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ തണുത്ത ആഹാരങ്ങൾ, തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം, ജ്യൂസ്, ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റുകൾ തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതൊരു നിയന്ത്രണത്തിൽ കഴിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അത് ധാരാളമായി കഴിക്കുകയാണെങ്കിൽ അവർക്ക് നെഞ്ചിൽ കഫം കട്ടിപിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ അതിൽ കഫം പുറത്തേക്ക് ചുമച്ചു തുപ്പി പോകാനുള്ള സാഹചര്യം കുറയാനുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അതും കൂടി മനസ്സിലാക്കി വേണ്ടി പോകണം. അതുപോലെ തന്നെ ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഇത്തരം വ്യക്തികളിൽ കഫക്കെട്ട് തടയാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഡോക്ടർ, വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. ഇരിട്ടിയിൽ നിന്ന് മത്തായിയാണ്. മത്തായി, ഡോക്ടറോട് ചോദിക്കാം. പറയൂ. മത്തായി ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. പറഞ്ഞോളൂ സാറേ. കൊച്ചിന് ഇപ്പം ജനിച്ചിട്ട് 10-26 ദിവസമേ ആയിട്ടുള്ളൂ. പറയൂ. അവക്കിപ്പൊ നോക്കുമ്പോഴത്തേക്ക് അവൾ ഈ ശ്വാസം വിടുമ്പില്ലേ ഒരു മൂളലിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊച്ചിനെ കാണുന്നത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഇപ്പൊ ഞാൻ വേണമെങ്കിൽ അത് കേൾപ്പിച്ചുതരാം. കൊച്ചിന്റെ ആ സൗണ്ട് ഇല്ലേ, നമ്മളൊരു മൂളിച്ച മാത്രമാണ് വരുന്നുള്ളത്. അന്നേരം അത് മാത്രല്ല, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ബാത്റൂമിൽ പോകുന്നതിനോ ഈ 26 ദിവസം. കുട്ടി ഇപ്പോൾ വീട്ടിലാണോ അതോ ആശുപത്രിയിലാണോ? വീട്ടിലാവുള്ള. പിന്നെ അവളുടെ ഓക്സിജന്റെ അളവും കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു. അന്നേരം 98 ഓക്സിജന്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലല്ല, ഇതിലെ ഓക്സിജന്റെ അളവ് 98% എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു, ഓക്സിജനേഷൻ പ്രോസസ് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ശ്വാസം എടുക്കുമ്പോൾ ശബ്ദം, നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന വിസ്ലിംഗ് സൗണ്ട്, വീസിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്വാസകോശങ്ങളിലെ കുഴലുകളിലൂടെയുള്ള സുഗമമായ വായു സഞ്ചാരത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രായമുള്ള കുട്ടിയെ, ജനിച്ച ഉടനെയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രിഷ്യനെ അടിയന്തരമായി കാണിക്കുകയും അവരുടെ അഭിപ്രായം എടുത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഞാൻ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1.5 വയസ്സ് വരെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണും എന്നാണ് പറഞ്ഞത്. പറഞ്ഞ രോഗലക്ഷണം വെച്ച് വളരെ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ പോലെയുള്ള രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് മനസ്സിലാവുന്നത്. അത് ഡോക്ടർ പറഞ്ഞതും ശരിയായിരിക്കും. അത് ഏർലി ഇൻഫാൻസി, അതായത് 1 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. ആ 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സാകുമ്പോഴേക്കും കുട്ടി കുറേയും കൂടി കുട്ടിയുടെ രോഗപ്രതിരോധ സംവിധാനമൊക്കെ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ഈ പറയുന്ന ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി കുട്ടിക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്നാ ശരി സാറേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആയിക്കോട്ടെ. തീർച്ചയായും പ്രേക്ഷകന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനോട് ചേർത്തൊരു ചോദ്യമാണ്, ഈ കഫക്കെട്ട് ഏതെല്ലാം ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണമാണ്? ഗുരുതരമായ രോഗങ്ങളുടെ ലക്ഷണമാകുന്നുണ്ടോ ഈ കഫക്കെട്ട്? തീർച്ചയായും ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സിവിയർ ന്യൂമോണിയ, അത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ ആയിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ന്യൂമോണിയ 2 തരത്തിലാണ് ന്യൂമോണിയ കാണുന്നത്. നമ്മൾ പൊതുവിൽ ജോലി സ്ഥലത്തും നമ്മുടെ പലതരത്തിലുള്ള ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് കടുത്ത പനിയും
ചുമയും ഒക്കെ നെഞ്ചുവേദനയും കഫവും ഒക്കെയായി വരുന്ന അവസ്ഥ, അതാണ് അഥവാ ശ്വാസകോശങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂമോണിയ. ആ ന്യൂമോണിയയെ നമ്മൾ പറയുന്ന കമ്മ്യൂണിറ്റി അക്വേർഡ് ന്യൂമോണിയ എന്നാണ് സാധാരണ ഇതിൽ പറയുന്നത്. അതേ സമയം ഒരു വ്യക്തി ആശുപത്രിയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് അഡ്മിറ്റ് ആയതിനു ശേഷം ഉണ്ടാകുന്ന ന്യൂമോണിയയെ നമ്മൾ ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ എന്ന് പറയും. അതുപോലെ തന്നെ ആശുപത്രികളിൽ നമ്മൾ മറ്റൊരു രോഗിയെ കാണാൻ പോയതിനു ശേഷം നമുക്കുണ്ടാകുന്ന ന്യൂമോണിയ, അതും ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം സമയങ്ങളിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന ന്യൂമോണിയ ഈ കഫക്കെട്ടാണെങ്കിൽ അത് നേരത്തെ ഇൻഡെക്സ് കേസ് ആദ്യം ന്യൂമോണിയ വന്ന രോഗിക്ക് ഏത് തരം അണുവാണ്, അത് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, അല്ലെങ്കിൽ ഫംഗസ് ആണോ എന്നുള്ളത് തന്നെയായിരിക്കും ഈ രണ്ടാമത് വരുന്ന വ്യക്തി. കമ്മ്യൂണിറ്റി അക്വേർഡ് ന്യൂമോണിയ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ന്യൂമോണിയ സാധാരണ ബാക്ടീരിയ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, മൊറാക്സെല്ല കാറ്ററാലിസ് അങ്ങനെ തുടങ്ങിയ അണുക്കളാണ് സാധാരണഗതിയിൽ നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഈ വൈറസിന്റെ ന്യൂമോണിയ പലപ്പോഴും ഗൗരവമായിട്ടുള്ള ന്യൂമോണിയ ആയി കാണാറില്ല. എന്നാൽ ചില പ്രത്യേക വൈറസുകൾ ഉണ്ടാക്കുന്ന ന്യൂമോണിയ ശ്വാസകോശങ്ങളുടെ രണ്ടു വശങ്ങളെയും ബാധിക്കുകയും സിവിയർ ന്യൂമോണിയ പലപ്പോഴും ഒരു ലോബ്, ശ്വാസകോശങ്ങളുടെ ഒരു ഭാഗത്തെ ഒരു ലോബിനെ മാത്രമല്ലാതെ പലപ്പോഴും രണ്ട് ഭാഗത്തെയും ബാധിക്കുകയാണെങ്കിൽ അത് സിവിയർ ന്യൂമോണിയയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. മറ്റൊരു അവസ്ഥ, നീണ്ടു നിൽക്കുന്ന കഫക്കെട്ടും ചുമയും പനിയും ഒക്കെ ആയിട്ട് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം പോലെയുള്ള അവസ്ഥയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോ അതുപോലെ ശ്വാസക്കുഴലുകളിലോ അല്ലെങ്കിൽ ശ്വാസകോശങ്ങളിലോ മറ്റ് രോഗങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ തുടക്കവും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശ്വാസക്കുഴലുകളെ കംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ന്യൂമോണിയ അനുഭവപ്പെടാം. അപ്പൊ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം, അതിൽ പലപ്പോഴും ഗുരുതരമായ ലക്ഷണങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം നീണ്ടു നിൽക്കുന്ന ചുമയും കഫക്കെട്ടും ഉള്ള വ്യക്തികൾ കൃത്യമായി മെഡിക്കൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായം തേടിക്കൊണ്ട് അത് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് മിനിമം എക്സ്റേ ഒക്കെ എടുത്ത് എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ചികിത്സ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. പലപ്പോഴും നീണ്ടു നിൽക്കുന്ന കഫക്കെട്ട് ക്യാൻസർ ഉള്ള രോഗികളിൽ പോലും ഇത് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനം താറുമാറായ ആളുകൾ, ഉദാഹരണം പറഞ്ഞാൽ HIV അണുബാധയുള്ളവർ, കടുത്ത പ്രമേഹമുള്ളവർ, അതുപോലെ തന്നെ ഡയാലിസിസിന് വിധേയമായിട്ടുള്ളവർ, പാലിയേറ്റീവ് രോഗികളായി ഇരിക്കുന്നവർ, നേരത്തെ ക്യാൻസർ ബാധിച്ച് ചികിത്സ എടുത്ത ആളുകൾ, ഇവരിലൊക്കെ തന്നെ രോഗപ്രതിരോധ സംവിധാനം താഴെ നിൽക്കുന്നതിനാൽ അവരിലേക്ക് ചെറിയ തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുമ്പോൾ അത് പടർന്നു പിടിക്കാനും അത് ശ്വാസകോശങ്ങളെ ഗൗരവമായിട്ട് ബാധിക്കാനും സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും അത് മെഡിക്കൽ സഹായം തേടാതിരിക്കുന്നത്, കൃത്യമായ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് അഭിപ്രായം തേടിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും രോഗികളോട് പറയുന്നത്. ഡോക്ടർ, നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് കഫക്കെട്ട് ഏതെല്ലാം ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണമാകുന്നു എന്നതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും കഫക്കെട്ട് എന്ന അസുഖത്തെ അത്ര പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ എന്നതിൽ സംശയമാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ അസുഖത്തെ ശ്രദ്ധിക്കേണ്ടത്? തൊഴിൽപരമായിട്ട് നമ്മൾ പെരുമാറുന്ന ചുറ്റുപാട്, പലപ്പോഴും ഇപ്പോൾ ഓഫീസ് ജോലിയൊക്കെയുള്ള ആളുകൾ ധാരാളമായിട്ട് ഇന്നത്തെ കാലത്തുണ്ട്. ഓഫീസുകളിൽ AC ശീതീകരണി പ്രവർത്തിക്കുന്ന ഓഫീസുകളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, മറ്റു ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവർക്ക് ഈ ചുമ, കഫത്തോടു കൂടിയുള്ള ചുമ മാറാതെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോട്ടൺ ഡസ്റ്റ് ഇൻഡസ്ട്രി, ചില പ്രത്യേക തൊഴിൽ മേഖലകൾ, ക്വാറി ജോബുകളിലൊക്കെ ഉള്ള ആൾക്കാരിലും നീണ്ടു നിൽക്കുന്ന ചുമ ഈ കഫക്കെട്ടിന് കാരണമാകും. അപ്പൊ അത്തരം പ്രത്യേക തൊഴിൽ പറയട്ടെ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് അബ്ദുൾ ഖാദറാണ്. അബ്ദുൾ ഖാദർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മകന്റെ കുട്ടിക്ക് വേണ്ടി വിളിക്കണേ. അവന്റെ കുട്ടിക്ക് 19 വയസ്സുണ്ട്. അവന് ഇടക്കിടക്ക് ചുമ 2 കൊല്ലമായിട്ട്.
അപ്പൊ ചുമക്ക് ചെല്ലുമ്പോ ഡോക്ടർ എപ്പോഴും ആന്റിബയോട്ടിക് കൊടുക്കുകയാണ്. അവൻ ആന്റിബയോട്ടിക് തുടർച്ചയായിട്ട് അവന് കഴിക്കാമോ? അത് ആന്റിബയോട്ടിക്കുകൾ സാധാരണഗതിയിൽ ഡോക്ടർമാർ അങ്ങനെ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന രീതി ആരും അനുവർത്തിക്കുന്നില്ല. പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ചുമയായി നമ്മൾ കുട്ടികളെ ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് പൊതുവെ ഒരു ശീലം നമ്മളുടെ ഇടയിലുള്ളതെന്ന് വെച്ചാൽ, ഒരു ഡോക്ടറെ അടുത്ത് കാണിച്ചു, അത് കുറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ അധികം വൈകാതെ തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്നൊന്നും കുറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ 3ാമതൊരു ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഇതില് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് പോയി രോഗം മാറിയില്ല എന്ന് പറയുമ്പോൾ 1ാമത് കാണിച്ച ഡോക്ടർ ഒരു പക്ഷേ ആന്റിബയോട്ടിക് നൽകിയിരിക്കാം, കഫക്കെട്ട് എന്നുള്ള രൂപത്തിൽ ആന്റിബയോട്ടിക് നൽകിയിരിക്കാം. അതുകൊണ്ട് മാറാത്തതാണ് എന്നുള്ള രീതിയിലാണ് 2ാമത്തെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ 2ാമത് കാണുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ആന്റിബയോട്ടിക് ഒന്ന് മാറ്റി ചിലപ്പോൾ എഴുതാം. അവിടെ നിൽക്കാതെ നമ്മൾ 3ാം സ്ഥലത്ത് പോകുമ്പോൾ വീണ്ടും ആന്റിബയോട്ടിക്കുകൾ മാറ്റി എഴുതുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് രോഗം കുറയാത്തത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരിടത്ത് തന്നെ കൃത്യമായി കാണിക്കുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ കൂടുതൽ കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ആരും നിരന്തരമായ ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ എഴുതുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. മറ്റ് ഇവിടെ പറഞ്ഞ നീണ്ടു നിൽക്കുന്ന ചുമ കുട്ടികളിൽ പലപ്പോഴും ആസ്മ രോഗത്തിന്റെ ലക്ഷണമാകും. അപ്പൊ അത് ആസ്മ രോഗത്തിന്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം, ഒരു ഇടവേള ഡോക്ടർക്ക് കൂടി നമ്മൾ നൽകേണ്ടതാണ്. കാരണം ചിലപ്പോ സാധാരണ ചെറിയ കഫക്കെട്ടൊക്കെ വരുമ്പോൾ കുട്ടികളിൽ കുറുങ്ങൽ ഉണ്ടാകും. അപ്പോ അത് കഫക്കെട്ട് ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി ആന്റിബയോട്ടിക് ഒക്കെ നൽകി അത് മാറുന്ന ഇതും കാണാറുണ്ട്. പക്ഷെ ഈ ഡോക്ടർക്ക് അത് മനസ്സിലാകണമെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ തന്നെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോകാതെ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ 2ാമത് ചെല്ലുന്ന സ്ഥലത്ത് അതൊരു പുതിയ ഒരു കേസായിട്ടാണ് ആ ഡോക്ടർ കാണുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടിക്കാലത്ത് കുട്ടികൾ ഉണ്ടാകുന്ന നീണ്ടു നിൽക്കുന്ന ചുമ പലപ്പോഴും ആസ്മ രോഗമാകാനുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും ആസ്മയ്ക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ വീസിങ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ചുമ മാത്രമായിട്ട് നിൽക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കുട്ടിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് കാണുന്ന ആസ്മയായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ഒരു ഡോക്ടറെ തന്നെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡോക്ടർമാർ പൊതുവെ ആന്റിബയോട്ടിക്കുകൾ നിരന്തരമായി എഴുതുന്ന രീതി തുടരാറില്ല. അബ്ദുൾ ഖാദറിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, ഈ കഫം പല നിറങ്ങളിൽ പോകുന്നത് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? നമ്മൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കഫം പല നിറങ്ങളിൽ പോകാം. ഉദാഹരണം പറഞ്ഞാൽ, മഞ്ഞ നിറത്തിൽ കട്ടിയോട് കൂടിയിട്ടുള്ള കഫം, അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ, മഞ്ഞ കലർന്ന മഞ്ഞയും പച്ചയും കലർന്ന കഫം, അങ്ങനെ കഫം പോവുക. ഇതൊക്കെ കാണിക്കുന്നത് വെച്ചാല് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഗൗരവമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ കഫം കൾച്ചർ ടെസ്റ്റിന് വിധേയമാക്കുകയും കൾച്ചർ ടെസ്റ്റിന്റെ റിസൾട്ട് പ്രകാരം കണ്ടെത്തുന്ന ബാക്ടീരിയയ്ക്ക് അനുയോജ്യമായ ആന്റിബയോട്ടിക്കുകൾ നൽകിക്കൊണ്ട് ചികിത്സ എടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. 2ാമത്, കഫത്തിൽ ചോര കലർന്ന അല്ലെങ്കിൽ രക്തവർണം ഉള്ള കഫം പലപ്പോഴും പോകാറുണ്ട്. ഇത് TB പോലുള്ള രോഗങ്ങളിൽ സംഭവിക്കാറുണ്ട്. ക്യാൻസർ രോഗത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. ബ്രോങ്കിക്ടസിസ് തുടങ്ങിയ രോഗങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട്. അപ്പോ ചുവന്ന നിറത്തിലുള്ള കഫം അങ്ങനെയുള്ള സാഹചര്യത്തിലുണ്ടാകും. ഇനി ഈ ഫംഗൽ ഇൻഫെക്ഷനിൽ, ഉദാഹരണം പറഞ്ഞാൽ ആസ്പെർജില്ലസ് ഇൻഫെക്ഷനിൽ എന്ന് പറയുന്ന പ്രത്യേക ഫംഗസ് ഇൻഫെക്ഷൻ, അധികം ആൾക്കാരിൽ വരുന്നതല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഗൗരവമാണ്, ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അത്തരം സിറ്റുവേഷനിൽ കറുപ്പ് നിറത്തിലുള്ള കഫവും പോകാറുണ്ട്. ഇത് ഒന്നുമല്ലാതെ തന്നെ ആസ്മ രോഗികളിൽ ചെറിയ കഷ്ണം കഫം നമ്മൾ ചുമച്ചു തുപ്പുമ്പോൾ ചെറിയ പീസ് എന്ന് പറയും, ചെറിയ കഫം, ചിലപ്പോൾ അതിന് ചെറിയ നിറവും വ്യത്യസ്തമായ നിറവും ഉണ്ടാകും. വെള്ള നിറത്തിന് പകരം വ്യത്യസ്തമായ നിറവും ഉണ്ടാകും. സാധാരണ നമ്മൾ നിരുപദ്രവകരമായ കഫം എന്ന് വിവക്ഷിക്കുന്നത് വെളുത്ത നിറത്തോട് കൂടിയിട്ടുള്ള കഫം, കനം കുറഞ്ഞ തുപ്പിപ്പോകുന്ന കഫത്തിനെയാണ് നിരുപദ്രവകരമായിട്ടുള്ള വൈറ്റ് മ്യൂക്കോഡ് സ്പ്യൂട്ടം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഇതിന് വിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള കഫം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അത് കൃത്യമായി ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു ലക്ഷണം കൂടിയാണ് ഈ വ്യത്യസ്ത നിറങ്ങളിൽ കഫം പോകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഈ തൊണ്ടയിലും നെഞ്ചിലുമെല്ലാം കഫം വിട്ടുമാറാതെ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊരു ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളം ഇരിക്കുന്ന ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ആ പകുതി
വെള്ളം പോലെ നമ്മുടെ ശ്വാസകോശങ്ങളിൽ അല്ലെങ്കിൽ ശ്വാസക്കൊഴലുകളിൽ കഫം ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്നു. അത് ചുമച്ചാൽ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ശ്വാസക്കുഴലുകളിലെ ഭിത്തികളിൽ നിന്ന് വരുന്ന സെക്രീഷൻസ്, അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മ്യൂക്കസ് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ കനം കുറഞ്ഞതും വെളുത്ത നിറത്തിലുള്ളതും ആയിരിക്കും. അപ്പോൾ അത് തുപ്പുമ്പോൾ നമ്മൾ പറയാം വൈറ്റ് മ്യൂക്കോയിഡ് സ്പ്യൂട്ടം എന്നാണ് അത്തരം എന്ന് പറയാം. അതേസമയം ചിലരിൽ ഇത് കട്ടി കൂടിയ കഫമായിരിക്കും. കട്ടി കൂടിയ കഫം ഉണ്ടാകുന്നത് നമ്മൾക്ക് വരുന്ന രോഗത്തിന്റെ, അതായത് വ്യത്യസ്തമായ കഫക്കെട്ടുകളുടെ ഭാഗമായിട്ട് കട്ടി കൂടിയ കഫം ഉണ്ടാകാം. പിന്നെ പല വ്യക്തികളുടെയും ശരീരപ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടാകാം. ചിലർക്ക് തണുപ്പ് ഉള്ള ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ ശ്വാസക്കുഴലുകൾ ചുരുങ്ങുകയും ഈ പറയുന്ന സെക്രീഷൻസ് കഫം അവിടെ കുറുകിയിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ രോഗികളോട് പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഈ കഫം പുറത്തേക്ക് തുപ്പിപ്പോകാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് പറയും. രോഗികൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഡോക്ടർ, ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ചൂടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട് സംശയവുമായി. അട്ടപ്പാടിയിൽ നിന്ന് വിദ്യാധരനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. വിദ്യാധരൻ, ദയവായി ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ഡോക്ടർ, എന്റെ പേര് വിദ്യാധരൻ, ഞാൻ അട്ടപ്പാടിയാണ്. എന്റെ പേര് വിദ്യാധരൻ, ഞാൻ പാലക്കാട് അട്ടപ്പാടിയിലാണ് താമസം. എനിക്ക് 5-6 വർഷങ്ങളായി ഈ ചുമ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. എന്നാൽ എനിക്ക് വിദ്യാധരൻ, ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ടിവിയുടെ വോളിയം ദയവായി കുറയ്ക്കാമോ? എനിക്ക് ഈ ചുമ അങ്ങോട്ട് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ടു. ഈ തൊണ്ട ചൊറിഞ്ഞ് ചുമയ്ക്കുക, കഫം കട്ടിയാകുന്നില്ല, വളരെ ലൂസായിട്ടാണ്, ഭയങ്കര ചൊറിച്ചിലാണ്. ഒത്തിരി ടെസ്റ്റുകൾ നടത്തി, ഒന്നിനും കംപ്ലൈന്റുകൾ കാണുന്നില്ല. ഈ പറഞ്ഞത് നിന്നും മനസ്സിലാവുന്നത് താങ്കൾ അട്ടപ്പാടി ഭാഗത്താണ് താമസിക്കുന്ന വ്യക്തിയാണ് വിദ്യാധരൻ. അപ്പോൾ പൊതുവെ അവിടെ ഉയർന്ന പ്രദേശമാണ്, അവിടെ തണുപ്പും മഞ്ഞും കൂടിയ പ്രദേശമാണ്. പൊതുവിൽ ആളുകൾക്ക് ശ്വാസകോശ രോഗങ്ങൾ വരാൻ സാഹചര്യം ഉള്ള അന്തരീക്ഷം അതിന് സാഹചര്യമൊരുക്കുന്ന ഒരു പ്രദേശമാണ്. 1. 2, താങ്കൾ പറഞ്ഞ അത് നീണ്ടു നിൽക്കുന്ന കഫക്കെട്ട്, അത് വർഷങ്ങളായിട്ടുണ്ട്, ഡോക്ടർമാരെ കണ്ടു. കഫം വളരെ ലൂസായിട്ട് വരുന്നു. പക്ഷെ തൊണ്ട ചൊറിച്ചിൽ എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. മിക്കവാറും താങ്കൾക്ക് അലർജി മൂലമുള്ള തൊണ്ട ചൊറിച്ചിലും അതിനോട് അനുബന്ധമായിട്ടുണ്ടാകുന്ന ശ്വാസക്കുഴലുകൾ ചുരുങ്ങുന്ന എന്ന് പറയുന്നത് ഗൗരവമായിട്ടുള്ള ചുരുങ്ങലല്ല, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ എന്ന് പറയും. ശ്വാസക്കുഴലുകൾ ചുരുങ്ങുന്ന ആ സമയത്താണ് നമുക്ക് നെഞ്ചിൽ തടസ്സമൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ മിക്കവാറും താങ്കൾക്ക് കഫം അധികം അടിഞ്ഞുകൂടിയ തരത്തിലുള്ള കഫക്കെട്ട് അല്ല, നേരെ തിരിച്ച് ശ്വാസകോശങ്ങളിൽ ഈ ശ്വാസക്കുഴലുകൾ തണുപ്പ് അല്ലെങ്കിൽ ചില പ്രത്യേക അലർജി മൂലം അത് ചുരുങ്ങുന്ന മൂലമുള്ള പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടാണ് പരിശോധനകൾ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇത്തരം രോഗമുള്ളവർക്ക് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അതായത് ശ്വാസക്കുഴലുകൾ വികസിക്കാനായിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന വളരെ നിസ്സാരമായ വിലയ്ക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ അതുണ്ട്. അവിടെ അഗളിയിലായാലും ശരി, കോട്ടത്തറ ആശുപത്രിയിലായാലും ശരി, ഫിസിഷ്യന്മാരൊക്കെ ഉണ്ട്. അവരെ കണ്ടാൽ ഈ വിവരങ്ങൾ പറഞ്ഞ് മരുന്നുകൾ എടുത്താൽ അത് ഭേദമാകാവുന്ന അസുഖമേ ഉള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത്. തീർച്ചയായും ഡോക്ടർ വിദ്യാധരന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ സംശയങ്ങളെല്ലാം ഉള്ള വിഷയമാണ്, പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. കഫക്കെട്ട് എങ്ങനെ തടയാമെന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ സജീവ് കുമാറാണ്. വളരെയധികം നന്ദി ഡോക്ടർ.
ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.